ഒരമ്മയും മോളും. നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതാ നിന്റെ അമ്മ. എവിടെ പോയെന്ന് പോലും അറിയില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ചത്തു പണ്ടാരം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നീ ഉറങ്ങത്തില്ലേ? മര്യാദയ്ക്ക് പോയി ഉറങ്ങുവച്ചേ. പൊന്നി, ഇതിനെ വിളിച്ചോണ്ട് പോ. എന്താ പറഞ്ഞ കേക്കില്ലേ? ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോട് പോലും നീ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലേ നിന്റെ മാനസികാവസ്ഥയ്ക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീയേ എത്രയും പേർക്ക് ഡോക്ടറെ കാണുക വേണ്ടുന്നത്. ഇല്ലെങ്കിലേ ഇത് വേറെന്തെങ്കിലും മാറും. എന്താന്നങ്ങ് തെളിച്ചു പറ. അങ്ങ് തെളിച്ചു പറ എനിക്ക് ഭ്രാന്താണെന്ന്. കുട്ടിയും കുടുംബം എല്ലാം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ പിന്നെ ഭ്രാന്തല്ലാതെ എനിക്ക് എന്താ വരിക? അതിനിടയിലോ അവളുടെ ഒരു വീട് വിട്ടു പോക്ക്. എവിടെയെങ്കിലും പോയി കിടന്നോണം. ഒറ്റ എണ്ണത്തിന്റെ ഒച്ച ഇവിടെ കേട്ടേക്കരുത്. ഇവളെ വിളിച്ചോണ്ട് പോടി. വാ മോളെ, വെറുതെ ആന്റിയെ കൂടെ വഴക്ക് കേൾപ്പിക്കാതെ. അപ്പൊ അമ്മ ഇന്ന് വരില്ലേ പൊന്നി ആന്റി? എനിക്ക് അമ്മയെ കാണണം. മോളിഞ്ഞി വന്നേ, ആന്റി പറയട്ടെ. എനിക്ക് അമ്മയെ കാണണം. കരയാതെ എനിക്ക് എന്റെ അമ്മയെ കാണണം. കരയില്ലേ മോളെ? ഏതെങ്കിലും ഒരു വീട് കണ്ടുപിടിച്ച് എങ്ങനെ ഈ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റുന്നു വിചാരിച്ച് തല പുകച്ചിരിക്കുമ്പോഴാ ഓരോ കുഴപ്പങ്ങൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മോനെ, എന്താടാ ശ്യാമ കണ്ടായിരുന്നോ? പറഞ്ഞു കൊടുക്കടാ. അറിയാഞ്ഞിട്ടേ പേറ്റ് നോവ് എടുത്തിരിക്കുന്ന ഗർഭിണിയേക്കാൾ കഷ്ടമാ നിന്റെ അച്ഛന്റെ അവസ്ഥ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നോ പറഞ്ഞൊന്ന് ധരിപ്പിക്കേ. അങ്ങേര് സ്വസ്ഥമായിട്ട് കടന്നൊന്ന് ഉറങ്ങട്ടെ. എന്റെ അമ്മ ഒന്ന് നിർത്തിയത്. ഈ വഴക്കും ബഹളം ഉണ്ടാക്കിയിട്ട് പരസ്പരം പോരിടേണ്ട സമയമാണോ ഇത്? ചിന്തിക്കാനും പരിഹാരം ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇല്ലേ? കുടുംബം വരെ പോയ അവസ്ഥയിൽ നിൽക്കുക. എന്നിട്ട് തമ്മിത്തല്ലിന് ഒരു കുറവുമില്ല. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിക്കാൻ. ഇപ്പൊ ഞാൻ ഒച്ച എടുക്കുന്നതാണ് കുഴപ്പം. ഇതുപോലെ ഇറങ്ങിപ്പോയി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? നീ ചുമ്മാ അവള് പറയുന്നത് കേട്ടോണ്ടിരിക്കാതെ ഞാൻ ചോദിച്ചാൽ മറുപടി പറ. ശ്യാമയെ കണ്ടോ? അച്ഛാ, ശ്യാമ ശാരദാമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അത് മതി, എവിടെങ്കിലും എത്തിയിട്ടുണ്ടല്ലോ. അവൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നടന്നാ മതിയല്ലോ. ആ പപ്പ ഇവിടെ കിടന്ന് കീറി വിളിക്കുന്നുണ്ടായിരുന്നു അവളുടെ അമ്മയുടെ കൂടെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഇത്രയും നാളും എന്റെ അച്ഛനെ എല്ലാരും എന്തിനാ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത്? തൊട്ടടുത്ത് എൻ്റെ അച്ഛനുണ്ടായിട്ടും എനിക്കെൻ്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ സത്യമോളെ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്ന? ഞാൻ അച്ഛനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അമ്മേ. എന്റെ അടുത്തുണ്ടായിട്ടും അച്ഛാന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ അമ്മേ. അങ്ങനെയൊന്ന് വിളിക്കാൻ എനിക്ക് എത്ര കൊതിയുണ്ടായിരുന്നെന്നോ. മോളെ, നീ ഈ അമ്മയോട് ക്ഷമിക്ക്. അമ്മയുടെ സ്വാർത്ഥതയെ എല്ലാത്തിനും കാരണം. മറ്റുള്ളവരുടെ വേദന കാണാതിരിക്കാനായി അമ്മ ശ്രമിച്ചപ്പോ അമ്മയുടെ മോളുടെ വേദന അമ്മ കണ്ടില്ല. അമ്മയോട് മോൾ ക്ഷമിക്കണം. എങ്കി അമ്മ പറ, എന്തിനായിരുന്നു അമ്മ എന്നോട് ഈ സത്യം മറച്ചു വെച്ചത്? സത്യാമ്മ അറിഞ്ഞ എന്താ കുഴപ്പം? പറ അമ്മേ. അച്ഛനില്ലാത്ത കൊച്ചെന്ന വിളിപ്പേര്
എനിക്ക് എന്തിനാ വാങ്ങിച്ചു തന്നേന്ന്? മോളെ, അത് അമ്മ പറഞ്ഞില്ലേ, അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയത്. മോൾക്കറിയാലോ സത്യമയുടെ സ്വഭാവം. മോളുടെ അച്ഛനും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ ഒന്നിച്ചിരിക്കുന്നതോ ഒന്നും സത്യമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വിഷ്ണുവേട്ടനാ മോളുടെ അച്ഛനെന്നറിഞ്ഞ സത്യമ്മയുടെ മുമ്പിൽ വെച്ച് വിഷ്ണുവേട്ടനെ അച്ഛന്ന് വിളിച്ച അത് വലിയ പ്രശ്നമാവുമായിരുന്നു. അതുകൊണ്ട് പറയാതിരുന്ന് ഇപ്പോഴും സത്യം അറിഞ്ഞു കുഴപ്പമോ? അതുകൊണ്ട് ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുതെന്ന് പറഞ്ഞത്. വിഷ്ണു അച്ഛനാ എന്റെ അച്ഛനെങ്കി അന്നപ്പോ സ്കൂളിൽ വന്നതാരാ അമ്മേ? ബൈക്കിൽ വന്നില്ലേ? എന്റെ ഇപ്പൊ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അതാരായിരുന്നു അമ്മേ? പറ അമ്മേ, അതാരായിരുന്നു? അത് മോളുടെ അമ്മ തന്നെയായിരുന്നു. അമ്മയോ? മോളുടെ അമ്മ കെട്ടിയ അച്ഛൻ വേഷം. അമ്മ എങ്ങനെയാ? ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഗാർഡിയനാണ്. മോൾക്ക് വേണ്ടി മോളുടെ സങ്കടം മാറ്റാൻ അച്ഛൻ വേഷം വരെ കെട്ടാൻ അമ്മ തയ്യാറായിരുന്നു. അപ്പൊ അമ്മ പറയുന്നത് മോള് കേൾക്കണം. ദേ, ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്.